ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേടിഎം സ്റ്റോക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് 40% ഇടിഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു IPO ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 1900 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് 487 എന്ന് പറയുന്ന റേഞ്ചിലേക്കാണ് താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. ലിസ്റ്റിങ്ങിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കാത്ത ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം ഡൗൺ എന്ന് പറയുന്നത് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും മാർച്ച് 1 മുതൽ നിർത്തിവെക്കാൻ റിസർവ് ബാങ്ക് ഉത്തരവിട്ടു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്റ്റോക്ക് ഡൗണിലേക്ക് വന്നിരിക്കുന്നത്. 29-ന് ശേഷം പേടിഎം ബാങ്കിൻ്റെ സേവിംഗ് ആൻഡ് കറണ്ട് അക്കൗണ്ടുകൾ, വാലറ്റുകൾ, അതുപോലെ ഫാസ്ടാഗുകൾ, നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുകൾ എന്നിവ വഴി പണം നിക്ഷേപിക്കാൻ RBI വിലക്കിയിട്ടുണ്ട്. ഈ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഡൗണിലേക്ക് വന്നിരിക്കുന്നത്. ബാങ്കിൻ്റെ ഭാഗത്ത് ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ CEO അതിനെ ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. മറ്റ് ബാങ്കുകളുമായി സഹകരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. മാതൃ കമ്പനിയായിട്ടുള്ള 197 കമ്മ്യൂണിക്കേഷൻ്റെ ഓഹരി ഉടമകളുടെ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ റീറ്റെയിൽ പീപ്പിൾസിന് മാത്രമല്ല, മ്യൂച്വൽ ഫണ്ടിനും ഇതിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പല പ്രമുഖ മ്യൂച്വൽ ഫണ്ടുകളും ഇതിനകത്ത് ഇൻവെസ്റ്റ് നടത്തിയിട്ടുണ്ട്. RBIയുടെ തീരുമാനം വന്നതിന് പിന്നാലെ ചില ബ്രോക്കിംഗ് സ്ഥാപനങ്ങളെല്ലാം ഈ ഓഹരികൾക്ക് റേറ്റിംഗ് താഴ്ത്തിയിട്ടുണ്ട്. ജെഫ്രീസ് ബൈ റേറ്റിംഗിൽ നിന്ന് അണ്ടർ പെർഫോമിംഗ് എന്ന് പറയുന്ന റേറ്റിംഗിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ ഓസ്ട്രേലിയൻ ബ്രോക്കിംഗ് കമ്പനിയായ മാക്യാരി ഇതിന് ന്യൂട്രൽ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഈ കമ്പനിയെക്കുറിച്ച് എന്തൊക്കെയും പോസിറ്റീവായുള്ള കാര്യങ്ങൾ ഈ കമ്പനിയിലുണ്ടോ, ഇതിൻ്റെ ഫണ്ടമെൻ്റൽ എങ്ങനെയായിരിക്കും നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിൽ എടുത്തപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 30,941 CR മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഡിവിഡൻഡ് ഈൽഡ് ഇല്ല. അതിൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 196 എന്ന് പറയുന്ന ബുക്ക് വാല്യൂലാണ്. സ്റ്റോക്കിൻ്റെ P നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ROE നോക്കുമ്പോൾ, റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലേക്ക് നോക്കുമ്പോൾ -13.9% കാണുന്നത്. ROCയും കാണുന്നത് മൈനസിൽ തന്നെയാണ്. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ₹1 ഫേസ് വാല്യൂ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ സ്റ്റോക്കിന് P ഇല്ല. ബുക്ക് വാല്യൂ മുകളിലായിട്ടൊക്കെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ROE ഒന്നും ഇല്ല. നമുക്കത് ചാർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ 1900 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ ഈ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് ശേഷം നല്ല രീതിയിലൊക്കെ ഒരു അപ്പ് മൂവ്മെൻറ്റ് കണ്ടതാണ് 1800. അതിനുശേഷം ഡൗണിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആ സമയത്ത് ബൈ ചെയ്ത ആളുകൾക്ക് ഒരു രീതിയിലുള്ള പ്രോഫിറ്റ് കൊടുക്കാൻ ഈ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റ് കമ്പനിയുടെ ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ പോലും അവരുടെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് പോവാം. ക്വാർട്ടർലി റിസൾട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് മാത്രമാണ് നോക്കുന്നുള്ളൂ. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ നോക്കി നെഗറ്റീവ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഒരു ക്വാർട്ടറിൽ പോലും ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ അത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇയർലി ഒന്ന് കമ്പനി ഇയർലി നോക്കിക്കഴിഞ്ഞാലും നെഗറ്റീവ് തന്നെ കാണുന്നത്. വിവിധ ഇയറിലായിട്ട് നെഗറ്റീവ് മാത്രം നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയാത്ത കമ്പനി പോയിട്ട് നമ്മൾ റീറ്റെയിൽ പീപ്പിൾസ് ബൈ ചെയ്യേണ്ട കാര്യമില്ല. ആ കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ബൈ ചെയ്യണം? സെയിൽസ് ഉണ്ട്. സെയിൽസിന് കൂടുതലായിട്ട് എക്സ്പെൻസ് നടന്നുകൊണ്ടിരിക്കുക. സെയിൽസ് ഉണ്ടാകുന്നതനുസരിച്ച് ഭയങ്കര രീതിയിലുള്ള എക്സ്പെൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. വിശദമായിട്ട് നോക്കുന്നില്ല. ഈ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കുന്നുള്ളൂ. വിശദമായിട്ടുള്ള ഒരു അനലൈസിങ് നടത്തുന്നൊന്നുമില്ല. കാര്യം ഞാൻ ഇത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൽ പോലും ഞാൻ ഇതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. നമുക്കന്ന് റിസൾട്ട് മോശമുള്ളതുകൊണ്ട് നമ്മളതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പോൾ FIA ഹോൾഡ് ചെയ്യുന്നുണ്ട് 63% ഡിസംബർ 2023 ക്വാർട്ടറിൽ. DIA 6% ഹോൾഡിങ്സ് ഉണ്ട്. പബ്ലിക്ക് 30% പബ്ലിക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഹോൾഡിങ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ വിശദമായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. FIA എന്തുകൊണ്ടാണ് ഇത്ര 60% ഹോൾഡിങ്സ് നിൽക്കുന്നത് അറിയില്ല. കഴിഞ്ഞ ഇയറിലൊക്കെ ഏകദേശം ഒരു 77% ഉണ്ടായിരുന്നു 2022. അതിനുശേഷമാണ് ഡൗണിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വാച്ച് ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ ഓഫർ ചെയ്യുന്ന സമയത്ത് ക്ലാരിഫിക്കേഷനൊക്കെ വരും. മറ്റ് ബാങ്കുകളുമായി ടൈപ്പൊക്കെ വന്നു കണ്ട് ഈ RBIയുടെ നിർദ്ദേശങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, സ്റ്റോക്ക് മുന്നിലേക്ക് പോകുമെന്നൊക്കെ നമുക്ക് നോക്കാം.